ഹലോ, വെൽക്കം ബാക്ക് ടു A3 ഫാമിലി. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പോൾ ഒരു 4:30 കഴിഞ്ഞിട്ടുണ്ട് സമയം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കിച്ചണിലാണ്. നമ്മുടെ ഉച്ചത്തേക്കുള്ള ഫുഡൊക്കെ കഴിച്ചെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് രാത്രിയത്തേക്കുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യണം. പിന്നെ അതുപോലെ കുറച്ച് വീടൊക്കെ ഒന്ന് ഒതുക്കാനും അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് വൈകുന്നേരം മുതൽ രാത്രി വരെ എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കിയാലോ. ഇത് നമ്മുടെ വീടിന്റെ പുറകു വശമാണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല കാര്യമായിട്ട് തന്നെ ഇലയും ഒക്കെ വീണ് കിടപ്പുണ്ട്. ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ മുറ്റം അടിക്കുന്നതൊക്കെ വലിയ ഒരു ടാസ്ക്കായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ വെയിലാണ്. കുറച്ചൊന്ന് താഴ്ന്നതിന് ശേഷം നമുക്ക് മുറ്റം അടിക്കാം. ആദ്യം നമുക്ക് രാത്രിയത്തേക്കുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്ത് വയ്ക്കാം. അപ്പോഴേക്കും വെയിലൊക്കെ നന്നായിട്ടൊന്ന് താഴ്ന്നു കിട്ടും. എന്നിട്ട് മഴ പെയ്തില്ലെങ്കിൽ നമുക്ക് ബാക്ക് സൈഡിലൂടെ ഒന്ന് ക്ലീൻ ആക്കിയിടാം. ഇപ്പം നമ്മൾ ഉച്ചത്തേക്ക് ഫുഡ് വെച്ച പാത്രങ്ങളൊക്കെയാണ് ഈ കിടക്കുന്നത്. ആദ്യം നമുക്ക് ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഒതുക്കി വെച്ചതിന് ശേഷം ഫുഡ് ഉണ്ടാക്കാൻ നിൽക്കാം. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഉച്ചത്തേക്ക് ഉള്ള പാത്രങ്ങളും രാത്രി ഇനി ഫുഡ് ഉണ്ടാക്കാൻ പോകുമ്പോൾ യൂസ് ചെയ്യുന്ന പാത്രങ്ങളും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും ഒരുപാട് പാത്രങ്ങളും ആവും. കിച്ചൺ ആകെ അങ്ങ് വാരി വലിച്ചിട്ട് അതുപോലെ കിടക്കും. പൊതുവേ ഞാൻ അങ്ങനെ രാത്രിയത്തേക്ക് പ്രത്യേക ഫുഡൊന്നും വെക്കാറില്ല. ഉച്ചയ്ക്ക് എന്താണ് വെക്കുന്നത് അത് തന്നെയാണ് കേട്ടോ രാത്രിയും കഴിക്കാറ് ഇവിടെ. ഇത് പിന്നെ ഇന്ന് കുറച്ച് ഗോതമ്പ് മാവ് അങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും അത് എക്സ്പയറി ആയി പോകുന്നതിന് മുന്നേ നമുക്ക് ഫുഡ് ആക്കി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് കുറച്ച് ഫുഡ് വെച്ചുള്ളൂ കേട്ടോ. അങ്ങനെ അത് കഴുകി നമുക്കിനി ആദ്യം ഈ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി സെറ്റാക്കി വയ്ക്കാം. അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞു. ഇനി അതിനെടുത്ത് നമുക്ക് ഒതുക്കി എവിടെയാണോ വെക്കുന്നത് അവിടെ വെക്കാം. ഞാനിവിടെ പാത്രങ്ങളെല്ലാം സ്റ്റോർ റൂമിനകത്താണ് വെക്കാറ്. അങ്ങനെ കിച്ചണെല്ലാം നീറ്റായിട്ടുണ്ട്. പാത്രം കഴുകുന്ന ടൈമിൽ തന്നെ ഞാൻ മുട്ടക്കറിക്കുള്ള മുട്ട പുഴുങ്ങാനിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഷോപ്പിൽ പോയപ്പോൾ ഒരു കവർ വാങ്ങി വെച്ചതിരുന്നതാണ്. സാധാരണ അങ്ങനെ വാങ്ങി വെച്ച ഗോതമ്പ് പൊടി നമ്മളിവിടെ യൂസ് ചെയ്യാറില്ല. ഗോതമ്പ് മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഞാൻ കുറച്ച് നെയ്യ് കൂടെ ചേർക്കും കേട്ടോ. അതിലേക്ക് പിന്നെ ചെറിയ ചൂടുള്ള വെള്ളം, ഒരുപാട് ചൂട് വേണ്ട, നമുക്ക് കുഴയ്ക്കാൻ പാകത്തിന് കൈ പിടിക്കാൻ പാകത്തിന് ഉള്ള ചൂടുള്ള വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് കുഴച്ച് അതിനെ അങ്ങ് അടച്ച് മാറ്റി വയ്ക്കാം. അതവിടെ ഇരുന്ന് റെസ്റ്റ് ആവുന്ന സമയത്ത് നമുക്ക് മുട്ടക്കറിക്കുള്ള ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ചെറിയ സവോള ആയതുകൊണ്ട് 3 എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തക്കാളി വലുതാണ്, അപ്പോൾ നമുക്ക് പകുതി മതി, ഇല്ലെങ്കിൽ ഭയങ്കര പുളിയായി പോകും കറി. ഇതിപ്പോൾ എല്ലാ കറിയും ഒന്നും ഈ രാത്രി കൊണ്ട് കഴിച്ച് തീരില്ല കേട്ടോ. രാത്രി കറി വയ്ക്കുന്ന ദിവസം ഞാൻ അടുത്ത ദിവസത്തേക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കാനും കൂടെ കണക്കിനാണ് കറി വയ്ക്കാറ്. മാക്സിമം എളുപ്പപ്പണി പിടിക്കാമെന്നുള്ളതാണല്ലോ. അപ്പോൾ സവാള എല്ലാം നീളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി തക്കാളി അതും നീളത്തിന് അരിഞ്ഞെടുക്കാം. തക്കാളിയുടെ ഈ ഞെട്ട് കളയണം. എന്നിട്ട് നമ്മൾ നീളത്തിന് തക്കാളിയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് എല്ലാം കട്ട് ചെയ്തെടുത്ത ശേഷം ഇത് പൊട്ടിക്കുക, കറിവേപ്പില ഇടുക. പിന്നെ അരിഞ്ഞു വെച്ച സവാള മാത്രം ആദ്യം ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ആദ്യമേ ഇടണ്ട. ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് ആദ്യം ഒന്ന് വഴറ്റി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. സവോള എത്രത്തോളം വെന്ത് കിട്ടുന്നു അത്രത്തോളം ടേസ്റ്റ് വരും കേട്ടോ കറിക്ക്. അവിടെ ആവുന്ന സമയത്ത് ഞാനിവിടെ ബോൾസ് എല്ലാം ഉരുട്ടിയെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സവാള ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇത് പോരാ, കുറച്ചുകൂടെ വാടണം. അപ്പോൾ ഇതിലെല്ലാം ഇട്ട ശേഷം നമുക്ക് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി എല്ലാം കൂടെ ചേർത്ത് ഈ മസാലപ്പൊടി ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന തക്കാളിയും പച്ചമുളകും കൂടെ ഇട്ട് ഒന്ന് ഇളക്കാം. ഒരു 2 മിനിറ്റ് മൂടി വെച്ച് ഒന്ന് തക്കാളിയൊക്കെ വാടി വന്നതിന് ശേഷം തിളപ്പിച്ച വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് എണ്ണ തെളിഞ്ഞ് വന്നതിന് ശേഷം വേവിച്ച് വെച്ചിരുന്ന മുട്ട കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലോണം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് നമ്മുടെ ആവശ്യത്തിനുള്ള കറിക്കനുസരിച്ച് തിളപ്പിച്ചെടുക്കുക. അതേ സമയത്ത് തന്നെ ഇപ്പുറത്ത് ഞാൻ ചപ്പാത്തി ചുട്ട് എടുക്കുന്നുണ്ട്. ചപ്പാത്തി ചുടുമ്പോഴും ഞാൻ കുറേശ്ശെ നെയ്യ് തടവി കൊടുക്കുന്നുണ്ട്. ചൂടായതിന് ശേഷമാണ് നെയ്യ് തടവി കൊടുക്കാറ്. ഡയറ്റ് ചെയ്യുന്നവർക്ക് ഈ ചപ്പാത്തി ഇത്ര പറ്റുമെന്ന് തോന്നുന്നില്ല. വല്ലപ്പോഴൊക്കെ കഴിക്കുന്നവർക്ക് ഇങ്ങനെ കഴിക്കുന്നത് നല്ലതാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചിട്ട് ചപ്പാത്തി എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മുട്ടക്കറിയും നന്നായിട്ട് ആവശ്യത്തിനുള്ള വറ്റിച്ച് എടുത്തിട്ടുണ്ട്. ചപ്പാത്തിയും ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മുറ്റത്തേക്ക് അങ്ങ് ഇറങ്ങാം. കുറച്ച് ഡയപ്പർ ഡിസ്പോസ് ചെയ്യാനുണ്ട്. അത് കുറച്ചുകൂടെ ആയതിന് ശേഷം ഡിസ്പോസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി മുറ്റം അടിക്കാം.
നല്ല കാറ്റായതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഇല വീണുകൊണ്ടേയിരിക്കും. ഇതിപ്പോൾ അടിച്ചു വാരിയിട്ട് നമ്മൾ തിരിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ വീണ്ടും കുറേയൊക്കെ ഇല വീണിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അവിടെ ഒരു മരം ഉണങ്ങി നിൽപ്പുണ്ടായിരുന്നു. അത് കുറേശ്ശെ കുറേശ്ശെ പൊട്ടി പൊട്ടി പോയി, ഇനി ഇത്രേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കാറ്റത്ത് ഒന്ന് ചാഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. ആ സമയത്ത് ഹസ്ബൻഡ് അതൊന്ന് എടുത്ത് മാറ്റിയതാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ മുറ്റമെല്ലാം അടിച്ച് ഒതുക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ മുറ്റമെല്ലാം ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ വേസ്റ്റ് നമുക്ക് ഇപ്പോൾ തന്നെ അങ്ങ് കത്തിച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ്. അപ്പോൾ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് വേസ്റ്റും പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ പഴയതാണ്, നല്ല പഴയതാണ്, അതാർക്കും കൊടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ഇട്ട് ഡീസൽ കൂടെ ഒഴിച്ചിട്ടാണ് കത്തിച്ചത്. ചെറിയ നനവുണ്ടായിരുന്നു. ഇനി നമുക്ക് അകത്താണ് പരിപാടി. ഇനി ബെഡൊക്കെ ഒന്ന് മാറ്റി വിരിക്കണം. രാവിലെ വിരിച്ചിട്ടതായിരുന്നു. ഇന്ന് നമുക്ക് ഷീറ്റൊക്കെ മാറ്റേണ്ട ദിവസമായതുകൊണ്ട് രാത്രി ആയപ്പോഴത്തേക്കും ഷീറ്റൊക്കെ മാറ്റി പുതിയ ഷീറ്റൊക്കെ എടുത്ത് വിരിച്ചു. ഓണുള്ളത് കൊണ്ട് തന്നെ ഒരു 2 ദിവസത്തിൽ കൂടുതൽ ഒരു ബെഡ്ഷീറ്റ് പോവില്ല കേട്ടോ. അങ്ങനെ എല്ലാം മടക്കിയൊക്കെ വെച്ചു. ഇപ്പോൾ തന്നെ കിടക്കാനുള്ള സമയമായിട്ടുണ്ട്. എന്നാലും ഒന്ന് മടക്കിയൊക്കെ വെക്കാവുന്ന സമയത്തെല്ലാം കൂടെ എപ്പോഴും വെക്കുന്ന പോലെ വെക്കുന്നതേ ഉള്ളൂ. ഷീറ്റ് മാറ്റിയില്ലെങ്കിലും ഒരു 3 ദിവസം കൂടുമ്പോൾ തലയണ കവറൊക്കെ മാറ്റുന്നത് നല്ലതാണ് കേട്ടോ. താരനൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ തലയണ കവർ മാറ്റിയില്ലെങ്കിൽ താരം കൂടാൻ ചാൻസ് ഉണ്ട്. ശേഷം ഞാൻ കർട്ടനൊക്കെ നേരെ അടച്ചിട്ട് മാറ്റിയിട്ട് ഷീറ്റൊക്കെ എടുത്ത് നനയ്ക്കാനൊക്കെ കൊണ്ടുപോയിട്ടതിന് ശേഷം മോനെ കുളിപ്പിക്കാനായിട്ട് കയറി. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞു. തല കുളിക്കാറില്ല, രാത്രി ശരീരം മാത്രം കഴുകിയെടുക്കാറാണ് ചെയ്യാറ്. ഡെയിലി കുളിപ്പിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ അവൻ്റെ ഡ്രസ്സൊക്കെ ഇടിയിച്ച് അവൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കി വെള്ളമൊക്കെ കൊടുത്ത് അവനെ ഉറക്കാനായിട്ട് കിടത്തി കേട്ടോ. ഈ പരിപാടിയെല്ലാം മോൻ ഉറങ്ങിയതിന് ശേഷമാണ്. രാത്രി വീട് ഒതുക്കിയിട്ടതിന് ശേഷമാണ് പോയി കിടക്കാറ്. അങ്ങനെ ഒരുപാട് സമയം രാവിലെ അങ്ങനെ വൃത്തിയായിട്ട് ഇരിക്കാറില്ല. എന്നാലും ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോൾ ഒതുങ്ങിയ വീട് കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. അങ്ങനെ തുണികളെല്ലാം മടക്കിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കളിപ്പാട്ടങ്ങളെല്ലാം ഇപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തന്നെ ഒതുക്കി വെക്കും കേട്ടോ. അന്നത്തെ ആ ഒരു ന്യൂസ് വന്നിരുന്നില്ലേ, ഒരു കുഞ്ഞ് മരിച്ചത് കളിപ്പാട്ടത്തിൽ ചവിട്ടിയിട്ട്. അത് കണ്ടതിന് ശേഷം എനിക്ക് ഇത്തിരി പേടി കൂടുതലാണ്. അതുകൊണ്ട് ഒതുക്കാനുള്ളതൊക്കെ അപ്പോൾ തന്നെ എടുത്ത് ഒതുക്കി ഒതുക്കി വെക്കും. ഈ ചെറിയ ടേബിൾ ഇവിടെ ഒന്ന് തുടച്ചിടാം. കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് നീരും അതൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ മാറ്റി. ഇത് ഞാൻ കിച്ചണിൽ യൂസ് ചെയ്യുന്ന സൊല്യൂഷനാണ്. അത് വെച്ച് തന്നെ ഒന്ന് തുടച്ചിടുമ്പോഴേക്കും പിന്നെ പ്രാണികളൊന്നും വന്നിരിക്കില്ല. എന്നിട്ട് സോഫയൊക്കെ തട്ടിക്കുടഞ്ഞ് ഒതുക്കി ഹാളൊന്ന് ഒതുക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചണിൽ പാത്രങ്ങളൊന്നും അപ്പോൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഫുഡ് കഴിക്കാം. കഴിച്ചതിന് ശേഷം പാത്രങ്ങളെല്ലാം കൂടെ ചേർത്ത് കഴുകി വയ്ക്കാം. അങ്ങനെ ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രം കഴുകുക എന്നുള്ള ജോലിയാണ്. ഇതിപ്പോൾ രാത്രി യൂസ് ചെയ്ത കുറച്ച് പാത്രങ്ങളാണ് കേട്ടോ. എന്നിട്ടും ഇത്രയും പാത്രങ്ങളുണ്ട്. ഞാൻ മാക്സിമം കുറച്ച് പാത്രം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. എന്നാൽ പോലും ഇത്രയും പാത്രം വരും കേട്ടോ. ഞാനിങ്ങനെ ഒരു പാത്രം തന്നെ 10 പ്രാവശ്യം കഴുകി യൂസ് ചെയ്യില്ല. അങ്ങനെ കഴുകിയാലും നമ്മളെല്ലാം കൂടെ ഒന്നിച്ച് കഴുകിയാൽ ഒരുപോലെയാണല്ലോ. അങ്ങനെ വേസ്റ്റൊക്കെ കൊണ്ടുപോയി കളഞ്ഞ് ഗ്യാസ് സ്റ്റൗവൊക്കെ ഒന്ന് തുടച്ചിടുന്നുണ്ട്. ഫുഡ് കഴിക്കുന്നതിൻ്റെ എണ്ണയും വെള്ളവും എന്തെങ്കിലുമൊക്കെ വീണ് കിടക്കുമല്ലോ. അപ്പോൾ അത് ഡെയിലി രാവിലെ ഫുഡ് വെച്ച് കഴിയുമ്പോഴത്തേക്ക് അപ്പോൾ തുടച്ചും പിന്നെ രാത്രിയും ഇതുപോലെ തുടച്ച് വൃത്തിയാക്കി ഇടാറുണ്ട്. സ്റ്റൗവിൻ്റെ അടിവശം തുടയ്ക്കാൻ മറക്കരുത്. അവിടെ എന്തെങ്കിലുമൊക്കെ വീണൊക്കെ കിടപ്പുണ്ടാവും കേട്ടോ. എനിക്ക് ഹസ്ബൻഡ് പുറത്തു പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആള് വീഡിയോ എടുക്കുന്നൊന്നും അറിഞ്ഞില്ല കേട്ടോ. എന്നെ പേടിപ്പിക്കാൻ നോക്കുന്ന ഒരു സീനാണ് ആ കാണുന്നത്. പിന്നെ എന്തെങ്കിലും രാത്രി എനിക്ക് കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ട് വരാറുണ്ട്. അപ്പോൾ ഞാൻ എന്താ സാധനം ഒന്ന് കവർ ചെയ്ത് മണപ്പിച്ച് നോക്കുന്നതാണ് കേട്ടോ. മണപ്പിച്ച് കണ്ടുപിടിക്കുന്ന ഒരു സ്വഭാവമുണ്ട് എനിക്ക്. അങ്ങനെ പിന്നെ ഞാൻ ഹസ്ബൻഡിന് ഫുഡൊക്കെ എടുത്ത് കൊടുത്തതിന് ശേഷം മൊത്തം സിങ്കും എല്ലായിടമൊക്കെ നന്നായിട്ട് കഴുകിയിടുന്നുണ്ട്. ഈ രാത്രി നമുക്ക് കുടിക്കാനുള്ള വെള്ളവും എല്ലാമൊക്കെ എടുത്ത് ജഗ്ഗിൽ ഒഴിച്ചൊക്കെ എടുക്കുന്നുണ്ട്. അലക്കാനുള്ള തുണി കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി ആൾ കൊണ്ടുവന്ന ഫുഡൊക്കെ കഴിച്ച് അന്നത്തെ വിശേഷമൊക്കെ പറഞ്ഞ് കുറച്ച് സമയം അവിടെ അങ്ങനെ ഇരിക്കും. ഇനി ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമുക്ക് കിടക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. കഴിച്ച് കഴിഞ്ഞാൽ തന്നെ പാത്രമൊക്കെ കഴുകി വെച്ചോളും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്നത്തെ ദിവസം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.